ഹലോ, ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നൊരു നത്തോലി മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻകറി തന്നെയാണിത്. ഇതൊട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന ഒരു കറിയാണ്. എന്നാലും ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാനിവിടെ കൊഴുവെന്നും പറയും നത്തോലി എന്നും പറയും, വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും പൊട്ടിക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. സവാള ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് വഴറ്റി നല്ലപോലെ വഴന്നു വരുന്ന സമയത്ത് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ മൂത്ത് വരുന്ന സമയത്ത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അതാണ് കുറച്ചുകൂടെ നല്ലത്. എൻ്റെ അടുത്ത് സാധാ മുളക് പൊടി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് ചേർത്തു. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മൂത്ത് വരുന്ന സമയത്ത് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കാൻ മറക്കണ്ട, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകട്ടോ, അടി പിടിക്കും. അങ്ങനെ ഞാൻ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് തക്കാളി എല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. വാളംപുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഇതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ചേർക്കരുത്, പിന്നെ മീൻകറി വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഞാൻ മീൻ ഇട്ട് കൊടുത്തു കേട്ടോ. മീനും കൂടെ ഇട്ടിട്ട് പിന്നെ തവി വെച്ച് ഇളക്കരുത്, അതും എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി. ചുറ്റിച്ച് കൊടുത്ത് പിന്നെ നമുക്കിത് അടച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. ഒരു 5-10 മിനിറ്റ്, അതിൻ്റെ അപ്പുറം വേണ്ട. കൊഴുവി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ മൂടി തുറന്ന് നോക്കുമ്പോൾ അടിപൊളി മണം വരുന്നുണ്ട്. മീൻ കറി റെഡി. അപ്പം ടാറ്റ, ബൈ ബൈ.